ആണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ കണ്ണുനീരിൻ്റെ അനുഭവത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിക്കാൻ ദൈവാത്മാവ് ഓർപ്പിച്ചു. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കുറവായിരിക്കുന്ന ഒരു അനുഭവമാണ് കണ്ണുനീരിൻ്റെ അനുഭവം. അതുകൊണ്ട് ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കണ്ണുനീരിൻ്റെ അനുഭവമാണ്. അതിനെക്കുറിച്ചൊരു വാക്യം വായിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 126 സങ്കീർത്തനം 5 വാക്യം. Psalm 126 and verse 5. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. കണ്ണുനീരിൻ്റെ അനുഭവം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. Today we see the experience of tears decreasing in our lives. യേശു തന്നെ പറയുകയുണ്ടായി, Jesus himself said, നിങ്ങൾ എന്നെക്കുറിച്ച് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. Weep not for me but for you and your children, said Jesus. പ്രിയ ദൈവമക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണമെന്ന വാക്ക് നമ്മുടെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. Beloved children of God, let this word always resound in your ears, that we ought to pray for us and our children. കണ്ണുനീരിൻ്റെ അനുഭവം ഏത് കുടുംബത്തിലുണ്ടോ നിശ്ചയമായും ഒരു ദുഷ്ടശക്തിയും ആ കുടുംബത്തിൽ ആക്രമിക്കാൻ വരികയില്ല. In all the families where tear is found, no wicked power will come nigh unto it. നമുക്ക് ആവശ്യമായിരിക്കുന്നത് കണ്ണുനീരിൻ്റെ അനുഭവമാണ്. The experience of tears, this is that which is essential in our lives. വായിച്ചത് കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. They that sow in tears shall reap in joy. നമ്മൾ തെറ്റായ വിധ ഒരിക്കലും പാടില്ല. We should never shed tears in a wrong manner. സദസ്സ് 22 വാക്യം വായിക്കുമ്പോൾ In Proverbs chapter 22 and verse 8 we read, നീതികേട് വിതച്ചാൽ അത് നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. നീതികേട് ഒരിക്കലും വിതയ്ക്കാൻ പാടില്ല. Never we should sow iniquity. നമ്മൾ വിതയ്ക്കേണ്ടത് നീതി വിതയ്ക്കണം. Always we have to sow in righteousness. അപ്പോൾ ദയയ്ക്ക് തക്കവണ്ണം കൊയ്യുവാൻ കഴിയും. Then you can reap according to kindness. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. He that soweth iniquity, he shall reap vanity. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് നീതിയുടെ വിളവ് വർദ്ധിച്ചു വരണം. We have we have to reap righteousness and it should abound in our lives. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. Unrighteousness should not dwell in your houses. ഇയ്യോബ് 11:14 വാക്യം. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. Let not wickedness dwell in thy tabernacles. ഒരു കുടുംബത്തിലും നീതികേട് ഉണ്ടാകരുത്. In no houses wickedness should be found. എന്ന് പറഞ്ഞാൽ ദൈവം വെറുക്കുന്ന ഒരു വസ്തുക്കളും ഒരു സ്വഭാവങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. Which means no thing or no character which God hates should be found in our families. വ്യക്തിപരമായ ജീവിതത്തിലും നിശ്ചയമായും ദൈവമക്കളെ നീതികേട് ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അഥവാ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റി നമ്മൾ ജീവിക്കണം. If unrighteousness or injustice is found in any of our lives, then we have to cast it out and we have to live. അതുകൊണ്ട് അങ്ങനെ നീതിയിൽ വിതയ്ക്കുന്നവൻ ദയയ്ക്ക് തക്കവണ്ണം കൊയ്യുവാൻ കഴിയും. Therefore all those who reap in righteousness, they sow in righteousness and reap according to the kindness. ദയയ്ക്ക് തക്കവണ്ണം കൊയ്തെടുക്കണം. You have to reap according to kindness. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that is what our God desires. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. And this is what our God desires in our lives too. ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? Beloved children of God, what does God expect from our life? നീതിയുടെ വിളവ് വർദ്ധിക്കണം. And we have to abound in the harvesting of righteousness. നീതിമാന്മാരായി തന്നെ നാം ജീവിക്കണം. Always we should live as just. വിശ്വസ്തരായി തന്നെ നാം ജീവിക്കണം. We should live as faithful ones. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവമക്കൾ ജീവിക്കണം. Children of God should live an upright life. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that is what our God desires. ഹോസിയ 10:12 വാക്യം വായിക്കുമ്പോൾ, When we read in Hosea chapter 10 and verse 12, 13 വാക്യം, 12 വാക്യം, നീതിയിൽ വിതപ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വാക്യം. നീതിയിൽ വിതപ്പിൻ, നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, ദയയ്ക്ക് തക്കവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. അവനെ അന്വേഷിപ്പാനുള്ള കാലമാണ്, അന്ത്യകാലമാണ്. This is the time to seek the Lord, or this is the last time. നാം ഇതുവരെ ജീവിച്ചതുപോലുള്ള ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Our God never decides that we should live as we have lived thus far. നിർമ്മല ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവമക്കളെ ജീവിക്കണം. Children of God should live with a pure heart, with an upright heart. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. That is what our God desires concerning you and me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവമക്കളെ, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളും ഓളങ്ങളും തിരമാലകളൊക്കെ ജീവിതത്തിൽ നേരിടാം. Beloved children of God, tempests, waves you might have to encounter in your life. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? What is essential in our lives? ദുഷ്ടത, അന്യായം അകറ്റിക്കളയണം. Wickedness or iniquity, you have to give it up. 10:13 അന്യായം. നിങ്ങൾ ദുഷ്ടത ഉഴുത്, നിങ്ങൾ ദുഷ്ടത ഉഴുത്, നീതികേട് കൊയ്തു, നീതികേട് കൊയ്ത് ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. You have plowed wickedness, reaped iniquity, and eaten the fruit of lives. എന്താ പറഞ്ഞേ? വായിച്ചു. നിങ്ങൾ ദുഷ്ടത ഉഴുതു, ദുഷ്ടത ഉഴുത്, നീതികേട് കൊയ്തു, നീതികേട് കൊയ്ത് ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. You have eaten the fruit of lies. നിസാരമായിട്ട് ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ മതി, കർത്താവ് വലിയ കൈവിടപ്പെട്ടു പോകും. Even if you say a very small lie, you will not be caught up in the coming of the Lord. പല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ സന്ദർഭത്തിൽ ഒരു കള്ളം പറഞ്ഞേക്കാം. Circumstantially, you might say a small lie in order to have some gain. എന്നാൽ But ആ ഒരൊറ്റ പോഷ്ക്ക് മതി കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോവാം. that single lie is enough in order to be left behind in the coming of the Lord. ദൈവമക്കളെ, എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവസാന കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്ന നാം നീതിയിൽ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ വിശ്വസ്തതയിൽ ജീവിക്കണം, പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കണം. ഒരു വാക്കിൽ പോലും ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. This is what it means. We, the children of God who are coming to the last days, we should live a just life. We should live an upright life, and also we should be faithful. And nothing which is contrary to the will of God should come over our lives. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6:8 വാക്യം വായിക്കുമ്പോൾ, That is why in Galatians chapter 6 and verse 8 we read, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ഒരുവൻ ജഡത്തിലാണ് ജീവിക്കുന്നെങ്കിൽ, അഥവാ പാപത്തിലാണ് ജീവിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ അവൻ കൊയ്തെടുക്കുന്നത് നാശമായിരിക്കും. If a person sow to his flesh, or if he leads a sinful life, then he shall of the flesh reap corruption. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനുഭവങ്ങൾ എന്താണ്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ജഡസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, ദൈവം പ്രസാദിക്കാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അകറ്റണം. അതാണ് വചനം പറയുന്നത്. They that are carnally minded, they cannot please God, and therefore if there be any carnal natures in our life, we have to give it up. ദൈവത്തിന് മഹത്വം. Glory be to God. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്
വെളിച്ചത്തിന്റെ ആയുധവർക്കം നമ്മൾ ധരിക്കണം. Therefore we have to give up all the works of darkness, and we have to put on all the carnal works, and we have to put on the armor of righteous of light. ദൈവം ആഗ്രഹിക്കുന്ന പറയുന്നത് ജഡസ്വഭാവം ഇല്ലാത്തവരായി ജീവിക്കണമെന്നാണ്. Our God desires that we should be free from our carnal natures. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. They that are carnally minded cannot please God. നമ്മളെപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരാകണം. Always we should live in the fullness of anointing. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി. And for that the power of Holy Ghost is being given to us. ഏതെങ്കിലും ജീവിതത്തിൽ ജയമില്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ അതിനെ അടിമപ്പെടുത്തുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കരയണം. If there be any experiences which you are unable to win or overcome, for that purpose you have to sit in God's presence and cry. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അനുഭവമാണ് ദൈവമക്കളെ പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കണം. ജഡീയ സ്വഭാവങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Therefore this is the most significant experience which should be found in the lives of all the children of God. We should live an upright life and we should never be found as carnal ones. ജഡസ്വഭാവം അത് ദൈവം പ്രസാദിക്കുന്ന സ്വഭാവം അല്ലല്ലോ. The carnal natures of a God never pleases in it. ജഡീയ ചിന്തകൾ, carnal thoughts, ജഡീയ വാക്കുകൾ, carnal words, ജഡീയമായിട്ടുള്ള കാഴ്ചകൾ, carnal views, പാപത്തിന്റെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്ന അനുഭവം, enjoying sinful pleasures, ഈ ലോകത്തിന്റെ മോഹങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന അനുഭവം, enjoying the lust of this world, ഈ ലോകത്തിന്റെ ആഡംബരത്തിൽ ജീവിച്ച് അതിൽ സന്തോഷിക്കുന്ന അനുഭവം, living according to the luxuries of this world and enjoying therein. എല്ലാം ജഡീയ സ്വഭാവങ്ങളാണ്. All these are carnal natures. നമ്മളെല്ലാവരും ദൈവ സ്വഭാവമുള്ളവരായി നിർമ്മലതയിൽ ദൈവമക്കൾ ജീവിക്കുന്നവരാകണം. We all should possess the divine natures and we should live pure. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that's what our God desires. യഹോവ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. Our God is good unto them that hath an upright heart. ദൈവത്തിന് സ്തോത്രം. Glory be to God. ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അനുഭവമാണ് ഒരു ആത്മാവിൽ വിതയ്ക്കപ്പെടുന്നതെങ്കിൽ ജഡീയ സ്വഭാവങ്ങളൊക്കെ മാറ്റപ്പെടും. If we sow in the spirit, then all the carnal natures will be removed from our life. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അടി വായിക്കുന്നു അല്ലേ? ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. He that soweth to the spirit shall of the spirit reap life everlasting. ജഡത്തിൽ വിതയ്ക്കപ്പെടുന്നവനോ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. He that soweth to the spirit shall of the spirit reap life everlasting. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അനുഭവമാണ് നിത്യജീവൻ. This is the most significant experience which should be found in our lives. It's everlasting life. നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. Our God has called us in order to attain this everlasting life. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മൾ എങ്ങനെ ജീവിക്കണം? Beloved children of God, how should we live? ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പീൻ. We should live obeying the spirit. എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. Then it shall never fulfill the desires of the flesh. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? What does our God desire? ആത്മാവിൽ വിതയ്ക്കപ്പെടണം. We should sow in the spirit. ആത്മാവിൽ നടത്തപ്പെടണം. We should be led by the spirit. ആത്മാവ് നടത്തുന്ന പോലെ നമ്മൾ മുൻപോട്ട് പോകണം. We have to press forward in accordance with the leading of the spirit. പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ നമ്മൾ മുൻപോട്ട് പോകണം. We should go forward according to the leading of the Holy Ghost. നമ്മുടെ സ്വയ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ഒന്നും വേണ്ട. We do not want our own likes. നമുക്ക് ആത്മാവിൽ ജീവിക്കുന്നവരാകണം. We should be the ones who live in the spirit. എനിക്ക് പഴയ ചില അപ്പച്ചന്മാരെ അറിയാം. I know of some of our old fathers. അവര് അല്പസമയം കിട്ടുമ്പോൾ when they get a little time, ഭക്ഷണമില്ല, വേണ്ടുമ്പോൾ ആഹാരങ്ങളൊന്നുമില്ല, എന്നാൽ അല്പസമയം കിട്ടുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് കണ്ണുനീരോടെ നിലവിളിക്കുന്നൊരനുഭവം
ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ മക്കൾ ഇന്ന് നമ്മുടെ വേലയുടെ എല്ലാം വളർച്ച. In those days, even though they did not have proper meals, whenever they get time, they would go sit in God's presence, get filled in the Spirit, and they would shed tears in God's presence. And that's how in these days our work also has got abounded thus far. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. Very often I have told, പല നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിലൊക്കെ വരുമ്പം during our convention meetings, പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൺവെൻഷൻ, കൊട്ടാരക്കര കൺവെൻഷന്, especially in the Kottarakara convention held years back, കൺവെൻഷന് വലിയ ആഹാരങ്ങളൊന്നുമില്ല. we did not have proper meals to give in those days. 2 കഷണം കപ്പ കാണും. Just 2 pieces of tapioca. കപ്പ ഞുറുക്കുക. Just pieces of tapioca, even divided ones. മുള ഉടച്ചതോ എന്തെങ്കിലും കാണും. Anything would be there together with it. ഒരു കൈ കൊള്ളാവുന്ന ചോറ് കാണും. And a handful of meal. പക്ഷേ But അത് കഴിച്ചതിന് ശേഷം ദൈവമക്കളെ ആത്മാവിൽ നിറഞ്ഞ് മാറി മാറി മാറിയിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാണുമ്പോൾ ഇന്നത്തെ അവസ്ഥ അന്നത്തെ അവസ്ഥയായിട്ട് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. in those days, after having that little food, small groups, they will sit and everyone together will get filled in the Spirit and rejoice in the Lord. But today we do not see such experiences, and therefore it is very grievous. ഞാൻ ശ്രീലങ്കയിൽ പോയപ്പോൾ കണ്ടതായ ഒരു കാഴ്ച. When I went to Sri Lanka, I saw, അവിടെ ഞാനൊരു സഹോദരനോട് ചോദിച്ചു, to one of our brother, I asked, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് തരാമോ, എനിക്ക് കൊട്ടാരക്കരയ്ക്ക് ഒന്ന് വിളിക്കാൻ. I want your phone, please can you give it to me to make a call to Kottarakara? അയ്യോ പാസ്റ്റേ, ഞങ്ങളാരും മൊബൈൽ കൺവെൻഷൻ തീരുന്നവരെ എല്ലാവരും ഞങ്ങളെല്ലാ വിശ്വാസികളും ഭവനങ്ങൾ ഇട്ടിട്ട് വരികയുള്ളൂ, ഞങ്ങൾ മൊബൈൽ കൊണ്ടുവരാറില്ല. He answered, beloved pastor, no, we all the believers, we never bring the mobile phone for our convention, but everything we have kept it in our home. അവരിരുന്ന് പ്രാർത്ഥിക്കുക, They are sitting and praying, ആത്മാവ് നിറയുക, they are getting filled in the Spirit. മീറ്റിംഗിലെല്ലാം സംബന്ധിക്കുക. In all the meetings they take part. മറ്റ് യാതൊരു ബന്ധമില്ല. No other relationships they have in those days. എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ്. And this is what which made me amazed. ഒരൊറ്റ വിശ്വാസിയുടെ കയ്യില് Not even in one believer's hand മൊബൈലില്ല. I saw mobile ഞാൻ phone. ചോദിച്ചു, നിങ്ങളുടെ ഭവനത്തിലൊക്കെ എന്തെങ്കിലും ആപത്തുണ്ടായാൽ നിങ്ങൾ എങ്ങനെ അറിയിക്കും? I asked them, if there be any particular need all of a sudden at your home, how can you know it? ദൈവം നമ്പരാൻ നോക്കിക്കോളും പാസ്റ്റർ. Pastor, God will see to it. കർത്താവ് നോക്കിക്കോളും. God will see to it. ഓക്കെ, എന്തൊരു അനുഭവം എന്നറിയാമോ? See what a good experience it is. അതിലെ ലാസ്റ്റ് കൺവെൻഷന്റെ ലാസ്റ്റ് സഭായത്തിന് പ്രസംഗം ഞാനായിരുന്നു. And in the Sunday service I gave the last message. ഞാൻ മെസ്സേജ് കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മുമ്പേ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. Because I had to deliver the sermon, I thought I can go an half hour before the meeting would start and I can go there and sit and pray. എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം, But that which made me wonder is, ആ വലിയ ഹാളിൽ in that big hall, മുഴുവനവും 8 മണിക്ക് മുമ്പ് തന്നെ മുഴങ്കാലേ നിൽക്കാൻ തുടങ്ങി. the whole congregation at 8 a.m. itself started to be on their knees. അവരോട് കരയെന്ന് കണ്ടിട്ട് I saw them weeping. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അകത്ത് കയറിയത്. And I also with tears entered into that hall. ഞാനാണല്ലോ സമയം തെറ്റിപ്പോയത്. So it was I who erred the time. ദൈവമക്കളെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോവുകയാണ്. Beloved children of God, for such children of God, Jesus is going to appear very soon. ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻപോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. When you come forward for spiritual matters, never give priority for your material needs. നല്ല വചനം കേൾക്കുമ്പോൾ തന്നെയും പലരും അതിന് ഇടയിരുന്നിട്ട് കുത്തി മൊബൈൽ പ്രോഗ്രാം കാണുകയും മറ്റുമൊക്കെ സംസാരിക്കുകയും മൊബൈൽ എടുത്തുകൊണ്ട് ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. And when the sermon is being delivered also, when the very good word of God is being preached, I have often seen people being with the mobile and they'll be attending some calls and they go out with it. ആ ശ്രീലങ്കയെ കണ്ട ദൈവമക്കളെ പോലെ നമ്മളെല്ലാവരും ആകട്ടെ. Let us all be found as those children of God who I saw at Sri Lanka. അഥവാ നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുവന്നാൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ കൈവെക്കുക. Even though if you bring your mobile phones, it should be switched off
off during the meeting time. ഒരിക്കലും അത് എടുത്ത് മീറ്റിംഗ് കഴിയുന്നവരെ എടുക്കാൻ പാടില്ല. Until the meeting ends, never you should use it. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. Give priority for spiritual matters. ആത്മീയ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. You have to encourage others for spiritual matters. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, യൗവനക്കാരെ, നമുക്ക് ആവശ്യം ദൈവസന്നിധിയിൽ കരയുക എന്നുള്ളതാണ്. In these days, beloved children of God, young ones and children, beloved people, this is what it is essentially lies in these days, crying in God's presence. ദൈവത്തിന് മഹത്വം. Glory be to God. എന്താണ് നമ്മുടെ വാക്യം? What did we read? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. They that sow in tears shall reap in joy. ദൈവത്തിന് മഹത്വം. Glory be to God. കണ്ണുനീരോടെ വിതച്ചാൽ ഉണ്ടാകുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കമായി നിങ്ങളോട് പറയാം. I would like to speak in brief what all gain we would have when we sow in tears. ഇന്ന് അധികം സമയം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. I don't decide to take much time today. ദൈവത്തിന് സ്തോത്രം. Praise be to God. കണ്ണുനീരോടെ വിതച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം എന്താണ്? What are the blessings which we would receive when we sow in tears? 1. ലൂക്കോസ് സുവിശേഷം 7:38 Luke the Gospel chapter 7 verse 38. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, ഇവിടെ വായിച്ച വാക്യം താഴോട്ട് പിന്നെ 44 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, 1, കണ്ണുനീരിന്റെ അനുഭവം, അവിടെ അനേഹിതമായിരിക്കുന്ന പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു. When we read till verse 44, we can see that because of her tears, we see that all her sins were forgiven. 1, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ കണ്ണുനീരിന്റെ അനുഭവം നമുക്ക് വേണം. 1, we need this experience of tears for our sins to be forgiven. അതിൽ 44 വാക്യം മുതൽ വായിച്ചേ. സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല, ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു. കണ്ണുനീര് കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്തുകൊണ്ട് അനേകിതമായിരിക്കുന്ന പാപങ്ങൾ പരിഹരിക്കാൻ കാരണം എന്താണ്? അവിടെ കണ്ണുനീരാണ്. Many were her sins and everything were forgiven. What was the reason? Her tears. എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും 100% പൂർണ്ണരാണെന്ന് പറയാൻ കഴിയുമോ? Can we say all the children of God who are seated here are 100% perfect? എത്രയോ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ജീവിതത്തിലുണ്ട്. Many sins, faults and errors have occurred in our life. എന്നാൽ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ഓർത്ത് അത് കുറ്റം സമ്മതിച്ച് ദൈവസന്നിധിയിൽ കരയണം. But beloved children of God, you have to admit your sins, your faults in God's presence and remember of it and cry. നിശ്ചയമായും For sure, ആ കണ്ണുനീരിന് ഫലമുണ്ടാകും. there will be an effect for the tears. എങ്ങനെ? However, പാപങ്ങൾക്ക് പരിഹാരം. sins will be forgiven. കണ്ണുനീരോടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവമക്കളെ, നിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. Beloved children of God who plead unto God in tears, surely all your sins will be forgiven. ദാവീദ് ദൈവസന്നിധി കരഞ്ഞു. David cried in God's presence. അവന് കരഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ചു, എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. He cried in God's presence, wash me thoroughly from mine iniquity and cleanse me from my sin. ഞാൻ നിർമ്മലനാകുന്നതിന് വേണ്ടി എന്നെ കഴുകണമേ. Wash me, purge me that I might be clean. അവൻ ദൈവസന്നിധി കരഞ്ഞു. He cried in God's presence. ആ ദാവീദിന്റെ പാപങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞു. And he could find a solution for his sins. 50-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനം 2-ാം വാക്യം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise be to God. പ്രിയ ദൈവമക്കളെ, Beloved children of God, ജീവിതത്തിലുള്ള ഏതെങ്കിലും തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ ഉണ്ടെങ്കിൽ
ഒരേ പരിഹാരത്തിന് വേണ്ടി അവിടെ ഇവിടെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നീ മുഴങ്കാലിരുന്ന് കണ്ണടച്ച് ദൈവത്തോട് നിലവിളിക്കണം, കർത്താവേ എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം യേശുവേ അവിടുന്ന് മാത്രമാണ്. If there be any sins, any faults or any mistakes in our life, beloved children of God, we should be in God's presence on our knees and cry unto God for it and say unto Him, O Lord, sanctify me, wash me, clean me, and Thou art the only solution for me, or Thou alone can forgive all my sins. നിലവിളിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ദൈവം ഒരുക്കി കൊടുക്കുന്നു. All the children of God who lament in this manner, weep in this manner, surely God will send them a solution for their sins. പക്ഷപാതം പിടിച്ച രോഗിയെ സൗഖ്യമാക്കുന്നതിന് മുമ്പായിട്ട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. Before healing that person who was sick of the palsy, Lord Jesus told him, thy sins are forgiven, and therefore take your bed and walk. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, പാപമോചനം കൊടുക്കുവാൻ അധികാരം യേശുവിന് മാത്രമേ ഉള്ളൂ. Jesus alone has the power in order to forgive the sins. അതുകൊണ്ട് നിലവിളിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട്, നമ്മുടെ യേശുവിനോട് നമുക്ക് നിലവിളിക്കണം. Therefore all the children of God who cry, we have to cry unto Jesus. കർത്താവേ എന്നെ സഹായിക്കണമേ. Oh Lord, please help me. ദൈവത്തിന് മഹത്വം. Glory be to God. അത് ചുമ്മാതെ ചിലർ കരയുന്ന പോലുള്ള ഭാവം കാണിക്കും. അതല്ല, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമക്കളെ നിലവിളിക്കണം. Some would pretend to be crying. It's not so. With tears you have to cry in God's presence and call upon the Lord. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴത്തക്കവണ്ണം, കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. Let them all make haste and cry unto the Lord, that from their eyes might be that eyes may be found as a fountain of tears. യിരെമ്യാ 9:18 നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും, നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. Let them make haste and make a wailing. രാവും പകലും ഓരോരോ കണ്ണുനീർ ഒഴുക്കുന്ന ദൈവമക്കളെ, നിന്റെ കണ്ണുനീരിന് മറികടന്ന് കർത്താവ് പോവുകയില്ല. Beloved children of God who make wail or day and night to cry unto the Lord, never our God will pass your tears. കണ്ണുനീരുണ്ടോ? നിശ്ചയമായ വിടുതലുണ്ട്. Where tears is, for sure is there deliverance. കണ്ണുനീരുണ്ടോ? നിശ്ചയമായും സൗഖ്യമുണ്ട്. Where tear is, for sure there is healing. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷമാണ് നീ കിടക്കെടുത്ത് നടക്കാൻ പക്ഷപാതക്കാരനോട് പറഞ്ഞത്. Only after forgiving his sins, Jesus told this man who is sick of the palsy, take his bed and walk. ദൈവത്തിന് മഹത്വം. Glory be to God. എന്തൊരു സന്തോഷമാ! What a great joy it is. പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യേശുവിനെ കണ്ടെത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. We are fortunate in order to find the Lord Jesus who would forgive all our sins. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ദൈവമക്കൾ, ആശ്വാസം പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി അല്ലേലൂയ പറയാമോ? ശക്തമായി. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചില ചിന്തിക്കും, എൻ്റെ ഈ പാപം കർത്താവ് ക്ഷമിക്കുമോ? When there are some sins or errors in our life, some people will think, will God forgive this sin? എൻ്റെ ഈ പാപത്തിന് പരിഹാരം കിട്ടുമോ? Will my sins be forgiven? അങ്ങനെ സംശയത്തോടെ നിലവിളിക്കുന്നവരുണ്ട്. And there are some who cry unto God doubtfully. നിന്റെ കുറ്റം സമ്മതിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം യേശു മാത്രമാണ്. When you admit your sins in God's presence and cry unto Him, Jesus is the only solution for your sins. അനേക ദൈവമക്കളുടെ കണ്ണുനീരാണ് ഞാൻ ഇന്ന് പറക്കോട്ട് ഇന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. And today here I am seated here at Parakoda as a result of the tears of many of the children of God. പ്രധാനമായിട്ട് നമ്മുടെ ചീഫ് പാസ്റ്റർ, അനേക പാസ്റ്റേഴ്സ് വളരെ ശക്തമായിട്ട് നിലവിളിച്ചു ദൈവമക്കളെ, പ്രേക്ഷിനിട്ടു. അങ്ങനെ വളരെ 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 ശക്തമായി നിലവിളിച്ചു. ആ നിലവിളിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. Especially our chief pastor and many of your pastors, they all made great wailing unto the Lord for my healing, and also a prayer chain list also was ordained, and as a result of the prayers of many of our children of God, today I am seated here. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയാണ്. When we say our sins are forgiven, our heart would be in peace. ഇതാണെങ്കിൽ അങ്ങനെ ഒരു ശബ്ദം നമ്മൾ കേൾക്കണം. In these days we should hear such a voice. ദൈവം നമുക്ക് ഒരുക്കുന്ന ആ നിത്യവാസസ്ഥലം നമ്മൾ കാണണം. We should see that eternal dwelling which our God is preparing for us. ഏതെങ്കിലും തെറ്റായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. If there be any wrong natures in our life, we have to admit it, be regretful over it, and we have to give it up. ഒരു നിർമ്മല ഹൃദയം നമുക്ക് വേണം. A pure heart we need. ഒരു നിഷ്കളങ്ക ഹൃദയം നമുക്ക് വേണം. An innocent heart we need. ഒരു പരമാർത്ഥ ഹൃദയം നമുക്ക് വേണം. An upright heart we need. അങ്ങനെയുള്ള ദൈവമക്കളെയാണ് ദൈവം മാനിക്കുന്നത്. And it is such children of God whom God will honor. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതുകൊണ്ട് ദൈവമക്കളെ കണ്ണുനീരോടെ വിതയ്ച്ചാൽ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. Therefore, if you sow in tears, then your sins will be forgiven. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ സഹോദരനോട് പറയട്ടെ, നീ കുടുംബവും കുഞ്ഞുങ്ങളുമായി ചേർന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. Beloved children of God, if you sit in God's presence and cry with tears together with as a family with your children, then their future will be blessed and you can find a solution for all your problems. അനേക കുടുംബങ്ങളിൽ ഇന്ന് കരച്ചിലില്ല. In many families today, we do not see the experience of weeping. പ്രാർത്ഥന അനുഭവം ഇല്ല. A prayer experience also is lacking. അതാണ് പരാജയത്തിന്റെ പരാജയം. And that is why you are moving towards utter failure. ഇന്ന് മറ്റ് പാപ സന്തോഷത്തിലേക്ക് ഉല്ലാസത്തിലേക്ക് മനുഷ്യൻ വഴുതി വീഴുകയാണ്. Man is slipping towards worldly pleasures and sinful pleasures. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള അനുഭവം ഒന്ന്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് പാപങ്ങൾക്ക് പരിഹാരം. Beloved children of God, this is the most significant experience which should be found in our lives, tears, and as a result, firstly, our sins will be forgiven. രണ്ട്, Secondly, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിക്കുമ്പോൾ when we read from Genesis chapter 21 verse 15 onwards, അവിടെ കണ്ണുനീരോടെ വിതയ്ക്കപ്പോൾ ഉറവ കണ്ടെത്തി. here we see that when she sowed in tears, she found a fountain. തുരുത്തിയിലെ വെള്ളം ചെലമായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ ദൈവമക്കളെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നെങ്കിൽ കണ്ണുനീര് കാണുമ്പോൾ ഉറവ തുറക്കപ്പെടും. Beloved children of God, if you sow in tears, when God shall see your tears, a fountain will be open for you. ആരാണ് ഈ ഉറവ? Who is this fountain? നമ്മുടെ കർത്താവാണ്. He is our Lord Jesus. യേശു സമരിയാസ്ത്രീയോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. Jesus told the Samaritan woman, whosoever drinketh of this water which I shall give shall never thirst again. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, സൗര്യാശ്രീ പറയാണ്, കിണർ ആഴമുള്ളതാണ്, നിന്റെ കയ്യിൽ ഒന്നും പാത്രമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കോരിക്കെടുക്കാൻ കഴിയും? The Samaritan woman said, Sir, there was nothing to draw with and the well is deep. From whence then hast thou that living water? യേശു പറയാണ്, Jesus answered, ഞാൻ ജീവന്റെ ഉറവയാണ്. I am the source of the living water. എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. He that drinketh of me shall never be thirsty. യോഹന്നാൻ 4:14. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോൾ നീരുറവ ആരാണ്? Therefore, who is this well? നമ്മുടെ കർത്താവാണ്. He is our Lord Jesus. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ കണ്ണുനീരോട് വിതയ്ക്കപ്പെടുമ്പോൾ, beloved children of God, in our life when we sow in tears,
നമ്മുടെ ദാഹം തീർക്കുവാൻ, our thirst will be quenched, നമുക്ക് പുഷ്ടി ലഭിപ്പാൻ, we to be നമുക്ക് thrived, ശക്തി ലഭിപ്പാൻ, we to receive power, പാപങ്ങൾ our പരിഹരിക്കപ്പെടുവാൻ sins to be forgiven. ആ ഉറവ ദൈവം നമുക്ക് തരുന്നു. That fountain our God will give us, ആ നല്ല ഉറവയായ കർത്താവിൽ നിന്ന് നമുക്കത് കുടിക്കാം. and we can drink from that good fountain who is our Lord Jesus Christ. അവന് നമ്മൾ ദാഹം തീർക്കാം. From him let us quench our thirst. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നത്, ദാഹിക്കുന്നവന് വരട്ടെ, ഇച്ഛിക്കുന്നവന് ജീവജലം സൗജന്യമായി കൊടുക്കും. That is why we read in the word of God, him that is thirsty, let him come unto me, and I shall give him freely the life of water, the water of life. വെളിപ്പാട് 22:17. വെളിപ്പാട് 22:17. ദാഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. Let him that is athirst come, whoso will, let him take the water of life freely. ദാഹിക്കുന്നവരുടെ ജീവജലം കൊടുത്ത് പോഷിപ്പിക്കുന്നവൻ, ശക്തിയിരിക്കുന്നവൻ, അവർ ദൈവമക്കളെ അവർ ദുഃഖം മാറ്റുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. Beloved children of God, our God is a God who would quench all our thirst, and he is a God who would take all our sorrows, and such a God has come into our midst. എന്താണ് അവരുടെ ദാഹം? What is our thirst? സമരിയ സ്ത്രീയുടെ ദാഹം പാപത്തിന്റെ ദാഹമായിരുന്നു. Thirst of the Samaritan woman was concerning her sin. എന്നാൽ യേശുവിൽ കൂടെ, But through Jesus, അവിടെ പാപത്തിന്റെ ദാഹം തീർത്തിട്ട് the thirst of her sin was quenched. ക്രിസ്തുവിൽ നിന്ന് അവർ കുടിക്കാൻ തുടങ്ങി. She started to drink from Christ. ക്രിസ്തുവിൽ കൂടെ സമാധാനം പ്രാപിച്ചു. She received peace from Christ. ക്രിസ്തുവിൽ കൂടെ ആശ്വാസം പ്രാപിച്ചു. She received comfort from Christ. ക്രിസ്തുവിൽ കൂടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായി. She could find a solution for her sins through Christ. ദൈവമക്കളെ, എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. Beloved children of God, what a fortunate experience it is. ഞാനും നിങ്ങളും I and you, ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലോ. we also are blessed such wise. നമ്മുടെ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. And this is a great blessed experience in our life we have received, that we were able to find our Lord Jesus Christ. ദൈവത്തിന് മഹത്വം. Glory be to God. അവിടെ ആ സമരിയ സ്ത്രീയുടെ അനേകമായിരിക്കുന്ന പാപം പരിഹരിക്കപ്പെട്ടു. Many of the sins of the Samaritan woman was forgiven. ഇവിടെ വചനം വായിക്കുന്നേ, ഇവിടെ ജീവിതത്തിൽ അനേക പാപങ്ങളുണ്ടായിരുന്നു, അനേക പാപത്തിന്റെ ദാഹം ഉണ്ടായിരുന്നു, അതെല്ലാം മറക്കാനിടയായിത്തീർന്നു. There were many sins in her life, and she was also thirsting over her sins, but everything she forgot. പട്ടണത്തിൽ എന്ന് പറയാണ്, She went to the city and said, എന്റെ അവസ്ഥ ഒക്കെ വിളിച്ചു പറഞ്ഞ ഒരുവനെ വന്ന് കാണുകയും, and come and see of a man who told me everything that I had did. അവൻ മസിയായിരിക്കാം, And he might be Messiah, അവൻ ക്രിസ്തുവായിരിക്കാം. he might be Christ. പട്ടണവാസികൾ ഓടി വരുന്നു. And all the people of the land ran to her യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ, when they received the words of Christ. ഇനി നിന്റെ വാക്ക് കേട്ടിട്ടല്ല, Not because that you are ഞങ്ങൾ saying, നേരിട്ട് അനുഭവിച്ചു ഈ കാര്യം മനസ്സിലായി. we have directly heard of him ourselves. ഈ ക്രിസ്തുവിനെ കൂടെ നമുക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. Through this Christ we could receive consolation. ക്രിസ്തുവിനെ കൂടെ സമാധാനം പ്രാപിപ്പാൻ കഴിയും. Through Christ we could receive peace. ക്രിസ്തുവിനെ കൂടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. Through Christ all our sins were forgiven. ക്രിസ്തുവിനെ കൂടെ ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. Through Christ we were consoled. പട്ടണവാസികൾക്ക് രക്ഷ ക്രിസ്തുവിനെ കൂടെ ലഭിച്ചു. All the people of the city received salvation through Christ. സമയത്തിന്റെ പാപങ്ങൾക്ക് പാപത്തിന്റെ ആ ശക്തിയൊക്കെ മാറി ക്രിസ്തുവിൽ കൂടെ ജീവന്റെ ജലം കുടിച്ച് ജീവൻ പ്രാപിപ്പാനിടയായി. The power of sin left that Samaritan woman, and she drank the water of life from that Christ, and thereby she too was quickened. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, In Isaiah chapter 12 and verse 2 we read, 12:2, ഇത് ദൈവം എന്റെ രക്ഷ, യഹോവയാ എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. Ye shall draw water out of the wells of salvation. യേശുവിന്റെ ആശ്രയമാണ്. Jesus is my trust. യേശുവിന്റെ സമാധാനമാണ്. Jesus is my peace. യേശുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. Jesus is a solution to all my problems. യേശു എന്റെ എല്ലാറ്റിലും എല്ലാമായ ദൈവമാണ്. Jesus is all in all to me. അതുകൊണ്ട് Therefore രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. we will draw water out of the wells of salvation. ഏതാണ് രക്ഷയുടെ ഉറവ? Which is the well of salvation? കർത്താവാണ്. He is our Lord Jesus. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. He that drinketh of the water that
I shall give him shall never thirst. വെളിപ്പാട് 7:17 വായിക്കൂടെ വായിച്ചേ. Revelation chapter 7 and verse 17. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവനെ മീച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ജീവജലത്തിന്റെ ഉറവിലേക്ക് നയിക്കുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നീ കരയുന്നെങ്കിൽ ജീവജലത്തിന്റെ ഉറവിലേക്ക് നിന്നെ നയിക്കും, നിന്റെ ദാഹം തീർക്കും, നിന്റെ കണ്ണുനീർ യേശു തുടയ്ക്കും. If you cry, the Lord God shall lead you unto the living fountains of waters, and he shall quench your thirst, and he will wipe away all your tears. പ്രിയ ദൈവമക്കളെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന്റെ ജീവിതത്തിൽ ഒന്ന് പാപങ്ങൾക്ക് പരിഹാരമാണ്, രണ്ട് നീരുറവയായ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയും, അവരിൽ കൂടെ ദാഹം തീർക്കുവാൻ കഴിയും. Beloved children of God, this is the experience which we would possess if we sow in tears. One, all our sins would be forgiven, and two, we can quench our thirst drinking from the well of water or the true fountain who was Lord Jesus. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. Our God is with us. ആ ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തമായി അടിയടി പറഞ്ഞാട്ട്, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. My God is with me. അതുകൊണ്ട് ഞാൻ ഏകനല്ല. Therefore I am not alone. യേശു പറഞ്ഞു, Jesus said, എന്റെ പിതാവ് എന്നോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഏകനല്ല. I am not alone, for my Father is always with me. നമുക്ക് പറയാം, Let us also say, എന്റെ കർത്താവ് എന്നോട് കൂടി ഇരിക്കുന്നു. My God is with me. എപ്പോഴും, Always, ഏത് സമയത്തും in all times. എന്റെ പ്രിയൻ എന്നോട് കൂടി ഇരിക്കുന്നു. My beloved is with me. അതുകൊണ്ട് Therefore ഞാൻ ഏകനല്ല. I am not alone. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം Glory be to God. ഞാൻ അവന് എപ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്നെ ഏകനായി വിട്ടിട്ടില്ല. My Father had not left me alone, for I do always those things that please him. ദൈവത്തോട് കൂടി ദൈവമക്കളെ, നമുക്ക് ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യണം. Beloved children of God, for God to help us, we should do those things pleasing unto God. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ച് Examine that which is pleasing unto the Lord. എഫേസ്യർ 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. Proving what is acceptable unto the Lord, walk in light. നമ്മൾ വെളിച്ചത്തിലുള്ളവരായിരിക്കണം. We should be the ones who walk in light. ഇരുട്ട് നമ്മെ മൂടരുത്. Darkness should never cover us. നമ്മുടെ കടമ്പനാട്ട് ശുശ്രൂഷകൻ ഉണർത്തിയ സമയത്ത് പറഞ്ഞല്ലോ, ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. Minister in charge of Kadamnath, he told while exhortation that in many places today we see that darkness is ഒരു ദൈവമക്കളുടെ കുടുംബത്തിൽ ഇരുട്ട് വ്യാപരിക്കരുത്. Not even in the any families of any of our children of God, darkness be found. എപ്പോഴും വെളിച്ചം വ്യാപരിച്ചുകൊണ്ടിരിക്കണം. Always light should be manifested. എല്ലായ്പ്പോഴും വെളിച്ചം വീഴ്ചിക്കൊണ്ടിരിക്കണം. At all times light should be manifested. അപ്പോൾ ഇരുട്ട് ഇല്ല. Then there's no more darkness. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, വെളിച്ചത്തിന്റെ മക്കളാണ്. Beloved children of God, we never belong to darkness, but we are the children of light. ദൈവത്തിന് മഹത്വം. Glory be to God. സമയം പോകുന്നതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോട്ടെ. As time is going forward, let me press forward. അപ്പോൾ ഈ കരയുന്നെങ്കിൽ ഉറവ കണ്ടെത്തുവാൻ കഴിയും. If you cry, you can find a fountain. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആട് നിലവിളിയെ കേട്ടെ. A horse cry God heard. ബാലന്റെ നിലവിളി കേട്ടു. The cry of the lad. ആട് നിലവിളിയെ കേട്ടെ. Horse cry ബാലന്റെ നിലവിളി of the lad. കുഞ്ഞുങ്ങളുടെ ദൈവസേന കരയുടെ മക്കൾ. Children should cry in God's presence. എല്ലാ വലിയ മുതിർന്നവരെ കരയുന്നതിനെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഓടിയെത്തുന്നത് കുഞ്ഞുങ്ങളുടെ അടുക്കലേക്കായി. Our God would make haste and come unto the children than to the cry of the elderly ones. നിങ്ങൾക്ക് എന്ത് വേണം? ദൈവസേന കരഞ്ഞാൽ മതി. What is your need? It's enough to cry in God's presence. ജ്ഞാനം വേണോ? Do you want wisdom? ബുദ്ധി വേണോ? Do you want knowledge? അറിവ് വേണോ? Do you want understanding? വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധി ജ്ഞാനം വേണമോ? Do you want good knowledge and understanding in your education? കോളേജിൽ പഠിച്ച് പാസ്സായിരിക്കുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കണമോ? Do you want
the selection, in the campus selection, after having your college studies, ഏത് കാര്യത്തിലാകട്ടെ, in whichever matter it might ദൈവസന്നിധിയിലേക്ക് be, അറിയാമോ, cry in God's presence. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. Wonderfully God will work for you. പഠനം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറും. After your studies, you will have a good job in a company. ഇതിന് പിന്നിൽ എന്താണ്? And then കരച്ചിലാണ്. tears is behind it. യഹോവ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. God has heard the voice of my tears. ദൈവം നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കട്ടെ. Let our God hear the voice of our tears. നമ്മുടെ കണ്ണുനീര് കർത്താവ് കാണട്ടെ. Let him see our tears. ദൈവത്തിന് മഹത്വം. Glory be to God. മൂന്നാമതായിട്ട്, Thirdly, കണ്ണുനീരുണ്ടായാൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അനർത്ഥത്തിൽ നിന്ന് നമ്മെ ദൈവം വിടുവിക്കും. our God will deliver us from our calamities if we have tears. എസ്തേർ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Esther 8:3. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവന്റെ കാൽക്കൽ വീണു. ആഹാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. Cried and pleaded. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, ആ എസ്തേറിന്റെ കരച്ചില് അവിടെ കുലത്തിലുള്ള എല്ലാ ജനങ്ങളെയും അത് വിടുവിക്കുവാൻ കാരണമായി തീർന്നു. Beloved children of God, as a result of her tears, all the people of all her tribe had deliverance through it. നമുക്കറിയാമല്ലോ, It is well known to us, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. familiar to all. മോർദെഖായി കൊല്ലുവാനായിട്ടാണ് ഒരു കഴുകുമരം ഉണ്ടാക്കി. And they decided in order to hang Mordecai. ദൈവത്തിന് സ്തോത്രം. Praise be to God. പക്ഷേ അവൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെട്ടു. But we see that what happened finally in the same place where he ought to be hanged, the other person Haman was hanged. പടിവാതിൽക്കൽ നിന്ന് നിലവിളിച്ച മോർദെഖായെ ദൈവം പടിപടിയായി ഉയർത്തി. Mordecai, who sat at the king's palace, at the door of the palace and cried, God started to uplift him little by little. എസ്തേറിന്റെ കണ്ണുനീര് കണ്ടിട്ട് രാജാവ് ദൈവമക്കളെ കൽപ്പിക്കുന്നു, അവിടെ അവരെ മുഴു ലോകത്തുമുള്ള ജാതികളെ നേടിയെടുക്കുവാൻ കഴിഞ്ഞത് എസ്തേറിന്റെ നിലവിളിയാണ്. As a result of the tears of Esther, we see the whole tribe got deliverance. ദൈവത്തിന് മഹത്വം. Glory be to God. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുവാൻ കരയണം. In order to be delivered from calamities, you should cry. 1 ദിനവൃത്താന്തം 4-ാം വാക്യം. 1 Chronicles 4:10. പെട്ടെന്ന് വായിച്ചു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. God granted him that which he requested. ഇറങ്ങി ദൈവമക്കൾ യാത്ര ചെയ്യുമ്പോൾ, children of God, when you travel, വാഹനം യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ സീറ്റ് കയറി സ്റ്റീറിംഗ് പിടിക്കുമ്പോൾ, when you enter into your vehicle, have the steering with you. നമ്മുടെ ചീഫ് പാസ്റ്റർ എന്റെ വണ്ടി ഓടിക്കുന്ന സഹോദരന്മാരോട് പറയുണ്ടായി, Chief Pastor told the brothers to drive my vehicle. നിങ്ങൾ സീറ്റ് കയറിയിരിക്കുമ്പോൾ when you sit in your seat, 5 മിനിറ്റ് നിങ്ങൾ ആത്മാവിൽ നിറയണം. 5 minutes you should get filled in the spirit. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിച്ചിട്ടേ വണ്ടി മൂവ് ചെയ്യാം. Get filled in the spirit, speaking unknown tongues, and then move the vehicle. അതൊരു വലിയ ശക്തിയാണ്. There's a great power in it. ദൈവമക്കളെ, 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും 10 അന്യഭാഷ പറഞ്ഞ് അല്പസമയം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് നിശാട്ടിയെ വണ്ടി പോ, നിന്നെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അനർത്ഥത്തിൽ നിന്ന് വിടിയിപ്പാൻ നമ്മുടെ യേശു നമ്മുടെ മുൻപിലുണ്ട്, നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, വാഹനത്തിൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. Before starting your vehicle, if it's not possible for 5 minutes, just for 2 minutes or for a minute, you should pray, praise God, get filled in the spirit, and then move the vehicle. Then the presence of our Lord Jesus will be with you in your vehicle in order to preserve you, and also he will be with you and your vehicle too. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Our God is a God who will deliver us from all distresses. കരഞ്ഞ് അപേക്ഷിച്ചാൽ അനർത്ഥത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. If you cry and plead, then you will be delivered from calamities. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. Psalm 23 and verse 4. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, അവിടെ മറ്റു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പോകേണ്ടി വന്നാലും
നിനക്കൊരു അനർത്ഥം ഭവിക്കുകയില്ല. Though I walk through the valley of the shadow of death, I will fear no evil. തമിഴിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മരണപ്പള്ള நான் மரண இருளின் பள்ளத்தாக்கிலே நடந்தாலும் പൊല്ലാപ്പുക്ക് ഭയപ്പെടേണ്ട ഈ മക്കളെ, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും നീ ഭയപ്പെടേണ്ട. കാരണം ദൈവം നിന്നോട് കൂടെ ഉണ്ട്. Beloved children of God, when we walk through the valley of the shadow of death, fear not, for God is with you. ആ ദൈവം നമ്മുടെ ദൈവമല്ലേ? And that God, is he not our God? നാം വിശ്വസിക്കുന്നുവോ? Do you believe? എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. My God is with me. അവൻ നമ്മെ മറയ്ക്കുന്നവനാണ്. He is a God who hideth us. നമ്മെ സൂക്ഷിക്കുന്നവനാണ്. He is a God who preserveth us. നമ്മെ കാക്കുന്നവനാണ്. He is a God who keepeth us. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. He is a God who cares for us. അവൻ നമ്മെ ചുമന്ന് വിടുവിക്കുന്ന ദൈവമാണ്. He is a God who bears us and delivers us. എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവമാണ്. He is a God who give charge to the angels in order to preserve you in all your ways. 27-ാം സങ്കീർത്തനം 5-ാം വാക്യം. Psalm 27 and verse 5. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസത്തിൽ അവന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. 91-ാം സങ്കീർത്തനം 10-ാം വാക്യം. Psalm 91 and verse 10. ഒരു അനർത്ഥവും നിനക്ക് ബാധിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. വീട് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഈ വാക്യം, ഈ സങ്കീർത്തനം വായിക്കാറുണ്ട്. During house dedication usually we would read this verse. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. And it is joy to all to hear it. ആ വാക്യം എന്ന് നിങ്ങൾ മനസ്സിൽ ഉയരുവിട്. Every day you have to utter these words. നിങ്ങളുടെ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. You have to repeat it മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. in your mind. ഒരനർത്ഥം എനിക്ക് അടിക്കയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടിക്കയില്ല. There shall no evil befall me, neither shall any plague come nigh into my dwelling. ചില പറയും അവിടെ കുത്രം ചെയ്തു, മന്ത്രം ചെയ്തു, അത് ഇത് എന്നൊക്കെ പലരും പറയും. Some people will say they have performed sorcery or witchcraft against me. ഒന്നും നിനക്ക് സംഭവിക്കത്തില്ല. No, nothing will befall you. നിനക്കൊന്നും സംഭവിക്കത്തില്ല. No evil shall take place to you. അവിടെ ദൈവം നമ്മെ കാക്കും. Our God will preserve us then. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെ ഉണ്ടോ അവിടെ നിശ്ചയമായും ദൈവമക്കളെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് ആ കണ്ണുനീരെ കർത്താവ് കാണും. Where praying people are there, surely our God is a God who will deliver us from all evil, and therefore our God will watch those tears. ദൈവത്തിന് മഹത്വം. Praise be to God. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? What does our God desire of us? എല്ലാവിധമായ പോരാട്ടത്തിൽ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. Our God is a God who delivers us from all conflicts. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. He will never leave us nor forsake us. വിശ്വസിക്കുന്നവരുണ്ടോ? Is there anyone who believe? സ്തോത്രം. Praise be to God. യേശു എത്ര നല്ലവൻ. How good is Jesus? യേശു എത്ര നല്ലവൻ. How good is our Jesus? വാക്കോരിട്ട് മാറാത്ത ദൈവമാണ്. He is a word who altereth not his word. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. He is a God of miracles. നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. He is a God who preserves you. നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. He is a God who cares for you. നിന്നെ കാക്കുന്ന ദൈവമാണ്. He is a God who keeps you. കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. He is a God who delivers you out of afflictions. ദൈവത്തിന് മഹത്വം. Glory be to God. അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who delivers us from all kinds of disasters and hazards. ദൈവത്തിന് മഹത്വം. Glory be to God. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, Fourthly, when we consider, പറഞ്ഞു വിടാം. let me press forward. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 2 Kings 25. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ മരിച്ചു പോകും. To Hezekiah it was told that he shall die. അയ്യോ, എനിക്ക് നീ ദീർഘായുസില്ലല്ലോ. No, I have no longevity. ഞാൻ മരിച്ചു പോകുമല്ലോ. I will die. അയ്യോ, ഞാൻ മരിച്ചു പോകുമല്ലോ. Oh, I will die. ഈ ചിന്തയാണ്. This was his thought. ഈ ഭാരമാണ്. This was his burden. എന്നാൽ ഈ ദൈവസന്നിധി കരഞ്ഞ്. But he cried in God's presence. അറിയാമോ ദൈവസന്നിധി എന്നറിയ കരഞ്ഞത് എങ്ങനെ അറിയാമോ? Do you know how Hezekiah sat in God's presence and cried? ഇതിന്റെ മുമ്പിൽ ഏകാഗ്ര ഹൃദയത്തോടും നിർമ്മലതയോടും. പിന്നെ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ,
ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് ഓർക്കണമേ. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഈ 3 കാര്യം ദൈവത്തിന് മുമ്പിൽ കർത്താവിനെ ഓർപ്പിച്ചിട്ട് ദൈവസനെ കരഞ്ഞു. After reminding these 3 points in God's presence, Hezekiah cried. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. Hezekiah wept sore. ആ കരച്ചിൽ കണ്ടിട്ട് and seeing the tears, എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ദൈവത്തിന് മഹത്വം. Glory be to God. കരയുന്ന ദൈവമക്കളെ, നിശ്ചയമായും ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. Beloved children of God, all who cry, this is the promise of God, I will heal you. സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who heals us. നമ്മൾ പാടാറുണ്ട്, we will sing often, സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാൽ സൗഖ്യം എൻ്റെ അവകാശം. പാട്ടും പാടിയിട്ട് അടുത്ത തലവേദന ഉണ്ടാക്കുമ്പോൾ അടുത്ത കാർ പിടിക്കും, അടുത്തേക്ക് പോകും. We will sing the song, and after that when you fall sick immediately you will go in a car to the hospital. എന്താണ് കാര്യം? What is the reason? വിശ്വാസമില്ല. No faith. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും മരിക്കണം. Today or tomorrow for sure you are allowed to die. പ്രത്യാശയോടെ മരിക്കാം. Hopefully let us die. പ്രത്യാശയോടെ മരിക്കാം. Hopefully let us die. ദൈവം എത്ര നല്ലവനാണ്. How good is our God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് ശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സമയം വരെയും പരിപാലിക്കപ്പെടും. Beloved children of God, if our God has given us breath, then till God's time it will be preserved. ദൈവത്തിന്റെ സമയമാകുന്നവരെ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. Till God's time you will never be removed from this earth. നിശ്ചയമാ, it's sure. ശരിയായിരിക്കുന്നേ അവിടെ ഇവിടെയൊക്കെ ഓടി എന്തെങ്കിലും ചെയ്താൽ കുറച്ച് നാൾ ജീവിക്കാം എന്നാണ്. Some people think that if they go there here and there and take medications for some days also they can live. അത് മണ്ടത്തരമാണ്. But no, it's foolishness. അങ്ങനെ ചിന്തിക്കരുത്. Never think so. ഇല്ല, എൻ്റെ ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഇന്നയോളമായിരിക്കുന്നു. I stand thus far because of my God's mercies. ദൈവത്തിന്റെ കരുണയാൽ, because of God's mercy, ഇന്നയോളമായിരിക്കുന്നു. I stand thus far. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. Beloved children of God, our God is a God who heals us. നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. Our God is a God who delivers us. ആ ദൈവം എൻ്റെ ദൈവമാണ്. That God is my God. സൗഖ്യമാക്കുന്ന ദൈവം എൻ്റെ ദൈവമാണ്. God that heals, he is my God. എല്ലാവരും പറയാമോ? Can you all say? എൻ്റെ ദൈവമാണ്. He is my God. നിങ്ങളെല്ലാം നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ട് എൻ്റെ ദൈവമാണ്. സൗഖ്യമാക്കുന്ന ദൈവം എൻ്റെ ദൈവമാണ്. Place your hand over your chest and say, the Lord that healeth, he is my God. ഏത് രോഗത്തിനും പരിഹാരം യേശു മാത്രം. Whatever be your sickness, Jesus is the only solution for it. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നു. Beloved children of God, my God, he will heal me. യെശയ്യാ 53:3 വാക്യം. Isaiah 53:3. 5 വാക്യം. Verse 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അടിപ്പിണരുകളാൽ അവൻ സൗഖ്യം വന്നിരിക്കുന്നു. With the stripes we are healed. ദൈവത്തിന് മഹത്വം. Glory be to God. അടിപ്പിണരുകളാൽ, by his stripes, കർത്താവിന്റെ അടിപ്പിണരുകളാൽ, by the stripes of our Lord, സൗഖ്യം. healed. ആ ദൈവം നിങ്ങളെ സൗഖ്യമാക്കത്തില്ലേ? That God will he not heal you also? വാസ്തവമായി കർത്താവിന്റെ ആ ബലവും ശക്തി നൽകിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. Truly giving that power and that strength God has given me and I am here today. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആഹാരത്തിന്റെ ശക്തി കൊണ്ടല്ല, not because of the strength of the meals which I have. കർത്താവ് തന്ന ബലത്തിലാണ്. That is the God given strength. സത്യത്തിൽ പറഞ്ഞാൽ ഇന്നലെ മറ്റൊന്നും കഴിച്ചിട്ട് തന്നെ പറയാം. Yesterday I did not have proper intake of food also. അതുപോലെ കഷ്ടമായിരുന്നു. So I was very much troubled.
കഴിച്ചതൊക്കെയും വോമിറ്റിംഗ് ചെയ്തു. Everything which I had, I vomited. ആ ശബ്ദത്തിൽ കണ്ടിട്ട് സഹോദരങ്ങളൊക്കെ നമ്മുടെ ഇന്നലെ കാത്തിരിച്ച് വന്ന സഹോദരങ്ങളൊക്കെ ഓടി വന്നു. And all the brothers also ran to me hearing that voice. നമ്മുടെ ഏനാത്ത് മൂപ്പനുണ്ടായിരുന്നു. Our Enath brother also, elder also was there. ഛർദ്ദിച്ച ദിവസം ഞാൻ അങ്ങ് ആവശ്യതയായി. And after vomiting, I became very weak. അതുപോലെ കഷ്ടമായിരുന്നു. So I was in such a great trouble. എന്നാൽ ദൈവം എന്നെ വിടുവിച്ചു. But God delivered me. എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. My God strengthened me. അങ്ങനെ ആ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. And in such a manner I'm in God's presence. നമ്മുടെ ദൈവമാണ്. That God is our God. Hallelujah, Jesus. Thank you, Lord. ആ ദൈവം നിങ്ങളുടെ ദൈവമാണ്. That God is your God too. വിടുവിക്കുന്ന ദൈവം, God who delivers, ബലപ്പെടുത്തുന്ന ദൈവം, God who strengthens, ശക്തീകരിക്കുന്ന ദൈവമാണ്. God who strengthens us. മത്തായി സുവിശേഷം 8:8 വാക്യം വായിക്കുമ്പോൾ, Matthew the Gospel chapter 8 and verse 8. 8:8 വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആമേൻ. ശതാധിപന്റെ വിശ്വാസം നോക്ക്. See the faith of the centurion. ആരും ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണ്ട. None should come and touch him and heal him. ഒരു വാക്ക് പറഞ്ഞാൽ, just say a word. ഞാനിപ്പോൾ ശാരീരികമായിട്ടുള്ള ക്ഷീണം ബലഹീനമായതുകൊണ്ട്, because I'm weak physically, എല്ലാം ഫോണിൽ കൂടാണ് പ്രാർത്ഥന. over phone I'm praying. പക്ഷേ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. God is answering the prayers. അവർക്ക് ഒരു സന്തോഷമാണ്. And they are also happy over it. ചെല്ലണമെന്ന് താല്പര്യമില്ല, വയ്യാത്തത് കൊണ്ട്. Because I'm weak, they do not decide that I should go for them and pray. വയ്യാത്തത് കൊണ്ട് ഞാൻ ചെല്ലണമെന്നില്ല. Because I'm sick, they do not want me to go there. ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. Appa, please pray a word, it's enough. പറയട്ടെ ഈ മക്കളെ, to say. ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്ക് അവിടെ ചിത്തറയ്ക്കും. When we pray a word, immediately that word will go and hit over them. യേശു സൗഖ്യമാക്കും. Jesus will heal. സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. Our God is a God who heals. ശതാധിപൻ എന്ത് പറയുന്നു? What does the centurion say? അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. Speak the word only, O Lord. എന്റെ ബാല്യക്കാരന് സൗഖ്യം. My servant shall be healed. പ്രിയ മക്കളെ, കർത്താവ് നിന്റെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. Beloved child of God, seeing your faith, Lord God is sounding in your ears that I am the Lord that healeth thee. വന്നിരിക്കുന്ന വ്യക്തികളെ, രോഗികളായിരിക്കുന്ന വ്യക്തികളോട് പറയട്ടെ, to all the children of God who come over here sick ones, let me say, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, if you have faith, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ, if you are in God's presence with tears, നിങ്ങളുടെ കാതിൽ ആ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. then you can hear those voice whispering in your ears. ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. I have healed thee. ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. I have healed thee. ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. I have healed thee. ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി രാജ്യത്തെ പറയട്ടെ. ഇന്ന് പൗർക്കാലം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ബലഹീനരായിട്ടല്ല പോകുന്നത്, രോഗികളായിട്ടല്ല പോകുന്നത്, സൗഖ്യമാക്കുന്ന കർത്താവിന്റെ ബലത്തിനും സൗഖ്യത്തിനും കടന്നു പോകാൻ കഴിയും. This morning while you return, not as sick ones, not as weak ones, but by the power and by the strength of our Lord God who heals us, as being healed you shall return. ദൈവത്തിന് മഹത്വം. Glory be to God. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യാധികൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, if there be any sicknesses troubling in your body, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള കല കഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. you might have some physical weakness in your body. കർത്താവ് കൽപ്പിക്കുന്നു, Lord God is commanding, ഞാൻ നിന്നെ സൗഖ്യമാക്കും. I will heal thee. ഇന്നലെയല്ല, not yesterday, നാളെയല്ല, not tomorrow, ഇന്ന്, today itself, ഈ നിമിഷം, at this very moment. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. all those who believe, lift up your hands. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാ. സൗഖ്യമെന്റെ അവകാശം സംശയമില്ല. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാ. സൗഖ്യമെന്റെ അവകാശം സംശയമില്ല. എൻ വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ തൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ തൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാ. സൗഖ്യമെന്റെ അവകാശം സംശയമില്ല. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാ. സൗഖ്യമെന്റെ അവകാശം സംശയമില്ല.
ഒരിക്കൽ ഞാൻ ഈ കോറസ് പാടിയപ്പോൾ while I sang this chorus, ചില വ്യക്തികൾ ആത്മാവിൽ കുതിക്കുന്ന കണ്ടു. I saw some jumping in the spirit. അവർ അത്ഭുതമായിട്ട് എഴുന്നേറ്റ് സാക്ഷ്യം. And they all miraculously were healed and testified. എന്റെ ദൈവത്തിന്റെ ശക്തി എന്നിലേക്ക് The വ്യാപരിച്ചു. power of my God penetrated me. എന്റെ രോഗത്തിന്റെ എന്റെ ശരീരത്തിന്റെ സകല ബന്ധനം അഴിയപ്പെട്ടു. All the bindings in my body, it was loosened. ഒരു കാറ്റെടുത്ത് എന്നെ പറപ്പിക്കുന്ന പോലെ പറപ്പിച്ചു. As in a storm, I started to fly. എന്നെ കുരിച്ച് സന്തോഷിക്കത്തക്ക നിലയിൽ എന്നെ ദൈവം ബലപ്പെടുത്തി. My God strengthened me in such a manner that I could jump and leap for joy. നിശ്ചയമായും ദൈവമക്കളെ തന്നിരിക്കുന്ന അഭിഷേകം നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. Beloved children of God, the God-given anointing, it is to strengthen you. ആ അഭിഷേകത്താൽ നിന്റെ ബന്ധനം അഴിയപ്പെടും. Through that anointing, all your bindings will be loosened. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തും. And it will put to failure all the devices of the devil. ഹല്ലേലൂയ. ആ ഒരു പ്രാവശ്യം കോറസ് പാടി 1 മിനിറ്റെങ്കിലും ദൈവമക്കൾ സക്രിയരാത്മാവ് നിറയട്ടെ. Once more let us all sing that chorus and mightily let us all get filled in the spirit. കൈതട്ടി ദൈവമക്കൾ ആരാധിച്ചാട്ടെ. Clap your hands and worship God. എൻ വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ താൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. എൻ വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ താൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. സൗഖ്യമാക്കും യഹോവയിൻ പിതാവാകയാൽ സൗഖ്യത്തിന്റെ അവകാശം സംശയമില്ല. സൗഖ്യമാക്കും യഹോവയിൻ പിതാവാകയാൽ സൗഖ്യത്തിന്റെ അവകാശം സംശയമില്ല. എൻ വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ താൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. എൻ വേദനകൾ ഞാൻ അവനോട് അറിയിച്ചപ്പോൾ താൻ വൻ കൃപ എനിക്കു പരൻ പകർന്നു തന്നു. സൗഖ്യമാക്കും യഹോവയിൻ പിതാവാകയാൽ സൗഖ്യത്തിന്റെ അവകാശം സംശയമില്ല. 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 ഒരു വിടുതൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. God has given you deliverance. പാവത്തിന്റെ ബന്ധനം മാത്രമല്ല രോഗത്തിന്റെ ബന്ധനത്തെയും കർത്താവ് അഴിച്ചിരിക്കുന്നു. Not only the bindings of sin, but also the bindings of sickness of God has loosened. കഴിഞ്ഞ 3 രാത്രിയുടെ മീറ്റിംഗിലും അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇടപെട്ടല്ലോ. And the Spirit of God dealt to us very powerfully in the past 3 meetings too. വചനം കേട്ട് പോകുകയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. Not just becoming hearers of the word of God, but also we should make it to an experience. ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു. We have come to the last days. മക്കളെ, ഇനി കാലം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. Beloved children of God, we can never predict that we have days ahead. നിന്നെ സഹായിപ്പാൻ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. God is with you in order to help you. നിന്നെ വിടുവിപ്പാൻ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. God is with you in order to deliver you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ജോബിന്റെ പുസ്തകം 16:20 വായിക്കുമ്പോൾ, Book of Job 16:20. എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്റെ കണ്ണോ ദൈവത്തിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. ജോബ് പറയുന്നു, അവന്റെ കഷ്ടസമയത്ത് സ്നേഹിതന്മാർ പരിഹസിക്കുന്നു. നമുക്കാർക്ക് ഈ ശോധനയില്ലല്ലോ, നമുക്കാർക്ക് ഇങ്ങനെ പരിശോധനയില്ലല്ലോ. നിലവിളിക്കുന്നവൻ നോക്കെ വലിയ ആടാ. ശുശ്രൂഷക്കാരെയും കുറ്റം പറയും, ജനത്തെയും കുറ്റം പറയും, വിശ്വാസികളെയും കുറ്റം പറയും, അവരെയും കുറ്റം പറയും. ദൈവമക്കളെ, ഇതുപോലൊരു അനുഭവമായിരുന്നു ജോബ് കടന്നുപോയത്. Beloved children of God, many of our children of God, they will be mocking or scorning our servants of God and the believers too. And when one believer is found in a sickness or in a sick bed, people who come to see them in the sick bed would say, see how he is lying in a sick bed, and there's no problem with us and we are in good health. Even so it happened to Job, and here they say, my friends scorn me, but mine eye poureth out tears unto God. ദൈവത്തിന് മഹത്വം. Glory be to God. കഷ്ടസമയത്ത് സ്നേഹിതന്മാർ പരിഹാസികളായിട്ട് മാറി. In affliction, friends, they turn out to be scorners. അതേ അവസ്ഥയിൽ നമുക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. And we also will have to go to such a path. കണ്ടില്ലയോ? See? അവൻ മരണം ഒക്കെ പെട്ടെന്നായിരുന്നു. See, very soon he passed away. ഒരു കഷ്ടം ഉണ്ടായില്ല. And no sickness, no trouble he had. പെട്ടെന്ന് അവൻ അങ്ങ് പോയി. Very soon he went. ഒരു കഷ്ടം ഉണ്ടായില്ല. No difficulties he had. ഓക്കെ, ഇന്നാള് കിടന്നിട്ട് എത്ര നാളായി. But see, this person, for long he is sick.
നമുക്ക് ആരെയും വിധിക്കാനില്ല. We should never judge others. ജോബിന് പോലുള്ള കഷ്ടത പരിശോധന ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. No man in this world had ever faced such a great trial or trouble that Job had faced him. പ്രിയ ദൈവമക്കളെ, എന്നാൽ ജോബ് ഇതെന്താണെന്നറിയാമോ? ജോബ് എന്താ ചെയ്തത്? But beloved children of God, what did Job do? ദൈവത്തെ നോക്കി നിലവിളി. He looked unto God and cried. നമുക്ക് മറുപടി വേണ്ട. What would be the answer? പ്രതികാരത്തിന് പ്രതികാരം വേണ്ട. Not retaliation. കോപിക്കുന്നതിന് കോപം വേണ്ട. Not anger for anger. ശാഠ്യം വേണ്ട. Not strife for strife. ദൈവമക്കളെ, ദൈവത്തോട് നോക്കി നമുക്ക് നിലവിളിക്കാം. Beloved children of God, let's look into God and cry. അവൻ പരിഹസിക്കട്ടെ, Let them scorn. അവൻ നിന്ദിക്കട്ടെ, Let him mock. അവൻ ശപിക്കട്ടെ. Let him curse. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അവൻ ശപിക്കട്ടെ. That is why David said, let him curse. എനിക്ക് ദൈവം അനുഗ്രഹം തരും. God will give me blessing. പ്രിയ ദൈവമക്കളെ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? Beloved children of God, can we say so? കഷ്ടസമയത്ത് നിന്നെ സഹായിപ്പാൻ കർത്താവ് കൂടെയുണ്ട്. In your affliction, God is with you in order to help you. 119 സങ്കീർത്തനത്തിന്റെ 50 വാക്യം വായിക്കുമ്പോൾ Psalm 119 and verse 50. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. വചനം എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, കഷ്ടതയിൽ എനിക്ക് ആശ്വാസം. This is my comfort in my affliction, for thy word hath quickened me. അതുകൊണ്ട് വചനങ്ങൾ ദൈവമക്കൾ വായിക്കണം. Therefore children of God should read Bible. വചനം ധ്യാനിക്കണം. Meditate the word of God. വചനം ദൈവമക്കളെ പഠിക്കണം. Learn the word of God. ആ വചനം മനസ്സിലുണ്ടെങ്കിൽ If you have this word in your heart, കഷ്ടസമയത്ത് in your affliction, അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. that you can make use of it. നമുക്ക് ആശ്വാസമാണ്. It will be comfort. ദൈവത്തിന്റെ വാക്യങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആശ്വാസം. Firmly hold on to the promises of God and pray. It's great consolation. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മുടെ കർത്താവ് ആരാണ്? Who is our God? ആശ്വാസപ്രദനാണ്. He is a comforter. ആശ്വാസപ്രദൻ. He is a comforter. അവന്റെ ആശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കരയണം. In order to receive his comfort, you have to cry in God's presence. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. Let us set right our lives and draw nigh unto our God. റോമാലേഖനം 12:12 വാക്യം വായിച്ചാൽ Romans 12:12. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. Be patient in tribulation. 1 പത്രോസ് 5:10 വാക്യം. 1 Peter 5:10. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. Be patient in tribulation. എന്ന് പറഞ്ഞാൽ നീ ഒരു കഷ്ടത ഉണ്ടാകുമ്പോൾ അല്പം വെയിറ്റ് ചെയ്യ്, കർത്താവ് സൗഖ്യമാക്കും നോക്ക്. When you are in affliction, just wait and see whether God will heal you or not. സഹിഷ്ണുത ഉണ്ടാകട്ടെ. Let there be patience. ഇന്ന് പിശാച് വളരെ ശക്തിയോടെ ദൈവമക്കളെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The devil is very mightily destroying the children of God. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് വചനത്തിൽ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ദൈവം ആ വചനം നിനക്ക് ആശ്വാസം തരും. But if you meditate the word of God, if you hold on to the promises of God, and surely you can have consolation through it. വായിച്ചേ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. അല്പസമയത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ Ye have suffered a while. ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ആ കഷ്ടം സഹിക്കുന്നവര് നിത്യ തേജസ് പ്രാപിച്ച് നിത്യത്തിലെത്തുവാൻ കഴിയും. All those who endure these afflictions, they will receive eternal glory and they will enter into the eternal land. ആ തേജസ് പ്രാപിക്കാം. Receive that glory. ആ ദൈവകൃപ പ്രാപിക്കാം. Let us all receive that ആ grace. നിത്യ തേജസ് പ്രാപിപ്പാൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാം. Let us all endure afflictions in order to receive that eternal glory. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളെ, Beloved children of God who live so, ദൈവം നമ്മെ മാനിക്കും. God will honor us. അവന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. Let's all trust in His grace and live. സാന്നിധ്യമുണ്ട്. Presence of Jesus is in our midst. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. He that soweth in tears shall reap in joy. കണ്ണുനീരിന്റെ അനുഭവത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇനി അനേക കാര്യങ്ങൾ പറയാനുണ്ട്. Various things I can speak of concerning the experience of tears. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. Let me wind up my words here. എല്ലാവരും മുഴങ്കാലും മടക്കാം. Let us all be on our knees. കണ്ണുകൾ അടച്ചാട്ട് Close our eyes. യേശുവിൽ ആശ്രയിക്കാം. Trust in Jesus. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കാം. Look into the face of our God and cry. ദൈവമേ,
എന്നെ സഹായിക്കണം. Oh Lord, please help me. യേശു നമുക്ക് നല്ലവനാണ്. Jesus is good to us. അവൻ നല്ലവനാണ്. He is good. അവൻ സർവശക്തനായ ദൈവമാണ്. He is God Almighty. അവന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. Let us all firmly hold His promises. കർത്താവിനോട് ചേർന്നിരിക്കാം. Let us cleave unto our God. അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം. Let us all live according to His will. ജീവിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി യേശു വേഗം വരാൻ And പോകുകയാണ്. for to all the children of God who live so, Jesus is going to appear very soon. ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തിൽ യേശു കടന്നു വരട്ടെ. Let Jesus come into your heart. ഇപ്പോൾ നീ ഒരു മിനിറ്റ് എങ്കിലും കരയാമോ? Now, just for a minute, can you cry? പരാജയം ഓർത്ത് കരഞ്ഞാട്ട്. Think of all your failures and cry. തെറ്റിനെ ഓർത്ത് കരഞ്ഞാട്ട്. Think of your mistakes and cry. കുറ്റത്തെ ഓർത്ത് കരഞ്ഞാട്ട്. Think of your faults and cry. നിന്റെ കഷ്ടതയെ ഓർത്ത് Think കരഞ്ഞാട്ട്. of your suffering and cry. നിന്റെ വ്യാധി ഓർത്ത് Think കരഞ്ഞാട്ട്. of your sickness and cry. ഹല്ലേലൂയ. ദൈവമക്കളെ, നിശ്ചയമായും കരയുന്ന ദൈവമക്കൾ ഒരു മിനിറ്റ് മുഴങ്കാൽ മടക്കി ഒരു മിനിറ്റ് ദൈവമക്കൾ കരഞ്ഞാട്ട്. Beloved children of God who weep, just for a minute, let us all be on our knees and weep. ദൈവമേ, എന്നെ സഹായിക്കണമേ. Oh Lord, please help me. അവനെന്റെ നിലവിളി കേട്ടിടുന്നു, എന്റെ കണ്ണുനീർ കണ്ടിടുന്നു.